നിങ്ങൾ നിങ്ങളുടെ ലവറിനെ ഭ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഒബ്സസീവായിട്ടുള്ള ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രണയം അതുകൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ട്, കുറേ ദോഷങ്ങളും ഉണ്ട്. ആദ്യം നമുക്ക് ഗുണങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് ഹാഫിൽ നമുക്കതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റൻസ് പാഷനാണ്. ഇങ്ങനെ അതിതീവ്രമായിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഉണ്ടെങ്കിൽ ആ ഒരു പ്രണയത്തിനകത്ത് ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ലവ് അവിടെ ബിൽഡ് ആവുന്നുണ്ട്. അവിടെ നിങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രണയം വളരെ അമൂല്യമായിട്ടുള്ളൊരു വസ്തുവായിട്ട് മാറുന്നുണ്ട്. ഒരു പ്യുവർ ലവ് എന്നൊക്കെ പറയില്ലേ, ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, അതിന് സമാനമായിട്ടുള്ള ഒരു പ്രണയമായിട്ട് അത് മാറുന്നുണ്ട്. രണ്ടാമത്തെ ഒരു മേന്മ എന്ന് പറയുന്നത് ഡെഡിക്കേഷനാണ്. അതായത് ഇത്രയും ഒബ്സസീവായിട്ടുള്ള ഒരു പാർട്ട്ണർ ആ പ്രണയത്തിന് വേണ്ടി എടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വേറെ ആർക്കും എടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ എത്രത്തോളം ഹാപ്പി ആകണം, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആകണം എന്നുള്ളത് ഇവരാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ പാർട്ട്ണറെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റും, എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ പറ്റും, ഇതായിരിക്കും ഇവരുടെ ചിന്ത. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകാനും ഇത്തരം ആൾക്കാർ തയ്യാറാവും. അത് ഓപ്പോസിറ്റ് പാർട്ട്ണർ എന്ന നിലയ്ക്ക് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അധികം എഫേർട്ട് ഇടാതെ തന്നെ അതിൻ്റെ റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള, അത്രയും ഒബ്സസീവായിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നമുക്കുള്ളത്. മൂന്നാമത്തെ മേന്മ എന്ന് പറയുന്നത് അറ്റൻഷൻ ആൻഡ് അഫെക്ഷനാണ്. ഒബ്സസീവായിട്ടുള്ളൊരു പാർട്ട്ണർ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് തരുന്നുണ്ട്, ഒരുപാട് അറ്റൻഷൻ തരുന്നുണ്ട്, ഒരുപാട് പരിഗണന തരുന്നുണ്ട്, ഒരുപാട് അക്സെപ്റ്റൻസ് തരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ നമുക്ക് സപ്പോർട്ടും കെയറും തരുന്നുണ്ട്. നമ്മൾ പ്രണയിക്കപ്പെടുന്നുണ്ട്, നമ്മൾ ആക്ച്വലി പ്രണയത്തിലാണെന്നുള്ളൊരു ഫീല് പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷനാണ്. നമ്മുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് അത്തരം ഒരു സപ്പോർട്ട്, അത്തരം ഒരു പിന്തുണ ആവശ്യമുള്ള സമയത്ത് കൃത്യസമയത്ത് കൊടുക്കാൻ അവർ തയ്യാറായിരിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് വിഷമങ്ങളും വേദനയും ഉണ്ടാകുന്നൊരു സമയത്ത് ഒരു മനുഷ്യനും ഉണ്ടാകില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമ്മൾ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. ഇവരങ്ങനെയല്ല. നല്ല സമയത്തും ചീത്ത സമയത്തും നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് ഒരു പിന്തുണയായിട്ട്, ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അഞ്ചാമത്തെ ഒരു മേന്മ എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഗസ്റ്റേഴ്സാണ്. ആ പ്രണയം മനോഹരമായിരിക്കും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം, അതിന് വേണ്ടുന്ന ഇൻപുട്ടുകളെല്ലാം അവരിടും. ഒരുപക്ഷെ സർപ്രൈസ് ഗിഫ്റ്റ് തരുന്ന രൂപത്തിലായിരിക്കാം. പഴയ കാലത്താണെങ്കിൽ ലവ് ലെറ്റേഴ്സ്, ആ രീതിയിലും ചിലപ്പോൾ ഇവർ ഇന്നത്തെ കാലത്തും ചെയ്യും. വാട്സപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും ശരി, ഇതെല്ലാം ചെയ്യും. കറങ്ങാൻ പോകുന്ന കാര്യത്തിൽ, പുറത്തുനിന്ന് ചുറ്റാൻ പോകുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതായത് കുറച്ച് ഫാൻറ്റസൈസ് ആയിട്ടായിരിക്കും ആ പ്രണയം കൊണ്ടുപോകാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ആ ഒരു തലത്തിലുള്ള പ്രണയം ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറാണ് അവർക്കുള്ളതെങ്കിൽ അടിപൊളിയായിരിക്കും. ലൈഫ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഫുൾ ജോയ്ഫുൾ ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള ഒബ്സസീവായിട്ടുള്ള ഒരു ലവ്, ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, ഒരു ഓവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതിന് കുറേ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇങ്ങനെയുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസ്, നമ്മുടെ സ്വാതന്ത്ര്യം അത് നമുക്ക് നഷ്ടമാകും. അത് നമുക്കും നഷ്ടമാകും. ആ അഡിക്റ്റഡ് ആയിട്ട് നമ്മളെ പ്രണയിക്കുന്ന ലവറിൻ്റെ ജീവിതത്തിലും ഇത് അവർക്ക് നഷ്ടമാകും. കാരണം അവർ കംപ്ലീറ്റ്ലി നമ്മളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ്. നമ്മുടെ സന്തോഷവും നമ്മുടെ തൃപ്തിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കത്തില്ല. നിങ്ങൾ ഇപ്പോൾ പ്രണയത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വേദനകളുടെയും, സകല ദുഃഖങ്ങളുടെയും, വേർപാടിൻ്റെയും, സകല നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൻ്റെയും റീസൺ അല്ലെങ്കിൽ ഉത്തരവാദി ആരാണ്? അത് നിങ്ങളുടെ പാർട്ട്ണറാണോ? ഒരിക്കലുമല്ല. പാർട്ട്ണർക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുടെ അനന്തരഫലമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രണയത്തിൻ്റെ അവസ്ഥ. ഇതിന് ഇപ്പോൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാര്യമായിട്ടൊരു പഠനം നടത്താൻ ആരും തയ്യാറായിട്ടുമില്ല. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണ് webguru.graphy.com നമ്മളൊരു കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സ്. പ്രണയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രണയിക്കാൻ തുടങ്ങുന്നവർക്ക്, പ്രണയം തുടങ്ങിയവർക്ക്, പ്രണയം തുടങ്ങി ഇനി എങ്ങനെ കൊണ്ടുപോകണം ഈ പ്രണയം എന്ന് അറിയാത്തവർക്ക്, ദീർഘകാലം പ്രണയത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണിത്. എനിക്ക് എങ്ങനെ പ്രണയിക്കണം എന്നറിയില്ല, എനിക്ക് പാർട്ട്ണർ എങ്ങനെ മനസ്സിലാക്കണം എന്നറിയില്ല, പാർട്ട്ണർക്ക് എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല,
ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. ഈ പ്രണയം ടോക്സിക് ആയിട്ട് മാറിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ പ്രണയത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, എൻ്റെ പാർട്ട്ണർ എന്നെ വിട്ടിട്ട് പോകുമോ എനിക്കറിയില്ല, സംശയമാണ്. ഇങ്ങനെ അറിയില്ല എന്നുള്ള ആ ഒരു പല്ലവി ഇനി നിങ്ങൾക്ക് നിർത്താം. കാരണം അറിയേണ്ട കാര്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4-5 വർഷത്തിലേറെയായിട്ട് ഈ യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്യുന്ന സ്ഥിതിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കമൻറ്റിൽ നിന്നും നിങ്ങളുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം ശരിക്കും നിങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാനെന്ന നിലയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് പാക്കേജ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള 1, 2, 3 പേരുടെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളായിരിക്കും. എനിക്ക് അങ്ങനെയല്ല. കാരണം ഈ വീഡിയോ കാണുന്ന അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം എൻ്റെ അടുത്ത് അവർ ഷെയർ ചെയ്യാറുണ്ട് വാട്സപ്പ് വഴി. ഇനിയും നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ, ഇനിയും നിങ്ങളുടെ ബന്ധം തകരാതിരിക്കാൻ, ഇപ്പോൾ ഓടുന്നത് 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തേതോ എത്രയായാലും പ്രശ്നമില്ല. ഇനിയുള്ള ഈ ബന്ധവും ഈ പ്രണയവും തകരാതിരിക്കാൻ, ഇതും ബ്രേക്കപ്പായിട്ട് മാറാതിരിക്കാൻ, നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു പ്രണയ ജീവിതം ഉണ്ടാകാൻ, അത് വിവാഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഇനി ഇതിൽ മികച്ചൊരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല. ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ പങ്കെടുത്തു, നിങ്ങൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു, 100% നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിന് ശേഷം നിങ്ങളിത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. ഇത്രയും ധൈര്യത്തോടു കൂടി ഞാനിത് പറയണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം ആഴത്തിൽ പഠിച്ചിട്ടായിരിക്കും ഞാൻ ഈ കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ടാവുക. ആ കോൺഫിഡൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആവശ്യമുള്ളത് ഈ കോഴ്സിനകത്തുണ്ട്. ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള റിസ്ക് എന്ന് പറയുന്നത് അത് എൻ്റെ ഷോൾഡറിലാണ്. കാരണം നിങ്ങൾ ഇതിനകത്ത് യാതൊരുവിധ റിസ്ക്കും എടുക്കുന്നില്ല. ഇതൊരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എൻ്റെ ഷോൾഡറിലാണ്. ഇങ്ങനെ ഒരു കോഴ്സ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യണമെങ്കിൽ, ഓടിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റെൻ്റ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ബിൽഡിംഗ് കോസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഒരു കോഴ്സ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വേറെ വരുന്നുണ്ട്. ഇങ്ങനെ ചിലവുകൾ നോക്കുകയാണെങ്കിൽ നഷ്ടം എനിക്ക് മാത്രമായിരിക്കും. എന്നിട്ടും ധൈര്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺഫിഡൻ്റാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസ്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. 3/4 മണിക്കൂറോളം വരുന്ന ഫ്രീ ഓറിയൻറ്റേഷൻ മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കുക. എന്തൊക്കെയാണ് ആ കോഴ്സിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് പറയാൻ പോകുന്നത്, എല്ലാം ആ ഒരു ഫ്രീ ഓറിയൻറ്റേഷൻ വെബിനാറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വീണ്ടും കാണാം. രണ്ടാമത്തെ ഒരു ദോഷം എന്ന് പറയുന്നത് ജലസി ആൻഡ് പൊസസീവ്നെസ്. ഇങ്ങനെ ഓവർ ഒബ്സസീവായിട്ടുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, ഈ പറയുന്ന ജലസി, അസൂയയും കുൻറ്റും കുശുമ്പും ഓവർ പൊസസീവും ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പാർട്ട്ണർക്ക് ഒരു ശ്വാസം മുട്ടുന്നൊരവസ്ഥ സൃഷ്ടിക്കാൻ ഇത് കാരണമാകും. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും തെറ്റിദ്ധാരണയ്ക്കൊക്കെ ഒരുപാട് വഴിവെക്കും. കാരണം ഇവർ ഓവർ പൊസസീവാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നതൊക്കെ പ്രശ്നമാണ്. ഇവർക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇത്തരക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് വരെ കാരണമാകും. കാരണം ഓവറായിട്ട് സംശയമാണ്. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻവേഷൻ ഓഫ് പ്രൈവസിയാണ്. ഒബ്സസീവായിട്ടുള്ള ഒരു ലവർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയിൽ ഒരുപാട് കൈവയ്ക്കും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം, നിങ്ങൾ എന്തിനു പോയി, നീ എന്തിനു വന്നു, നീ എന്തുകൊണ്ട് ഓൺലൈനിൽ വന്നു, അതും രാത്രി മിഡ്നൈറ്റിൽ എന്തിന് നീ ഓൺലൈനിൽ വന്നു, എന്തിന് അവിടെ പോയി, എന്നോട് പറയാതെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. ചിലപ്പോൾ ഫോൺ എടുത്ത് പരിശോധിക്കുക, നമ്മുടെ പേഴ്സ് എടുത്ത് പരിശോധിക്കുക. അങ്ങനെ നമ്മുടെ പ്രൈവസിയിലേക്ക് ഒരുപാട് കടന്നു കൂടുന്ന ഒരവസ്ഥയുണ്ട്. ഇത്തരം ഒബ്സസീവായിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ. അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ഒരു മെയിൻ ദോഷം എന്ന് പറയുന്നത് പ്രൈവസി ഉണ്ടാകത്തില്ല, നമുക്ക് സ്വാതന്ത്ര്യമേ ഉണ്ടാകത്തില്ല, ആ പാർട്ട്ണർക്കും അതും ഉണ്ടാകത്തില്ല. പക്ഷെ അവരത് അഡ്ജസ്റ്റ് ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ശരിക്കും അനുഭവിക്കും. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. ഒബ്സസീവായിട്ടുള്ളൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷനെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഏത് രീതിയിൽ അവർ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ നമ്മളെ ആ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് അവർ തിരിച്ച് പ്രതീക്ഷിക്കും. അത്തരം ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിൽ ചെറിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടെങ്കിൽ പോലും അവരത് സഹിക്കില്ല. അവർ ഉണ്ടാക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്നത് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല. ഏത് രീതിയിലാവും നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ലെവലിൽ തുടങ്ങിയിട്ട് എക്സ്ട്രീം ലെവലിലേക്ക് വരെ അതിൻ്റെ ഇമോഷൻസ് അവർ കൊണ്ടുപോകും. ഒരുപാട് വയലൻ്റ് ആയിട്ട് വരെ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്ത് പെരുമാറിയെന്നിരിക്കും. ഒരുപാട് അഗ്രസീവായിട്ട് അവർ നമ്മുടെ അടുത്ത് പെരുമാറിയെന്നിരിക്കും. പാർട്ട്ണർ എന്ന നിലയ്ക്ക് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ പെരുമാറിയെന്നിരിക്കും.
ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പാർട്ട്നേഴ്സിനെ മാനേജ് ചെയ്യുന്നത് ഒരു തലവേദന തന്നെയാണ്, റിസ്ക്കാണ്. അഞ്ചാമത്തെ ദോഷം എന്ന് പറയുന്നത് ബീങ് ടു ഡിപ്പെൻഡൻറ്റ്. ഇങ്ങനെ ഒബ്സസീവായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ പ്രണയത്തിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പരസ്പരം അവരുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആ പ്രണയത്തിന് മുൻതൂക്കം കൊടുക്കും, ആ പ്രണയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കും. പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ റിലേഷൻഷിപ്പിന് മാത്രമായിരിക്കും. അവരുടെ പേരൻസോ അവരുടെ ലക്ഷ്യങ്ങളോ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട ഇടമോ ഇതൊന്നും അവർക്ക് വിഷയമില്ല. അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അതൊന്നും അവർക്ക് അത്രത്തോളം വിഷയമായിട്ട് തോന്നത്തില്ല. അവരുടെ പ്രണയം, അതിൻ്റെ സക്സസ്, അതിൻ്റെ നിലനിൽപ്പ്, അതിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. ഇത് ഒരുപാട് നഷ്ടം പേഴ്സണൽ ലൈഫിൽ അവർക്കുണ്ടാക്കും. സുഹൃത്തുക്കളായിട്ടും പാരൻസായിട്ടും അയൽവാസികളായിട്ടും പലപ്പോഴും പല ആളുകളുമായിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഏകാന്തവാസം ചിലപ്പോൾ അവർ അനുഷ്ഠിക്കുന്നുണ്ടാവും. കാരണം അവർ അത്രയധികം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ആ പ്രണയത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആ ഒരു പ്രണയം, ആ ഒരു റിലേഷൻഷിപ്പ് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. ഒരു പക്ഷേ വേർപാടിന് വരെ അത് കാരണമാകും. ഒരാൾ മാനസികമായിട്ട് ഓവറായിട്ട് തളരാനും ഡിപ്രഷനിലേക്ക് പോകാനൊക്കെ ചാൻസും കൂടുതലാണ്. സോ അഡിക്ഷൻ ഉള്ളത് നല്ലതാണെന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ദോഷമുണ്ട്. സോ ഒബ്സസീവായിട്ടുള്ള ഒരു അഡിക്റ്റഡ് പാർട്ട്ണർ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ളത് ഓർക്കണത് നല്ലതായിരിക്കും. സോ ഒരു ബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോകാൻ ഈസി ആയിരിക്കും. അത്തരം പ്രണയങ്ങളാണ് നമുക്ക് വേണ്ടത്. ഭ്രാന്തമായിട്ടുള്ളൊരു പ്രണയം ആവശ്യമില്ല. ഒട്ടും വകവയ്ക്കാത്ത വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു അപക്വമായിട്ടുള്ള അത്തരം പ്രണയവും നമുക്ക് ആവശ്യമില്ല. ഒരു ബാലൻസ് നമുക്ക് ആവശ്യമാണ്.